നമസ്കാരം, ഞാൻ ഡോക്ടർ മെറിൻ ടോമി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക്കിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. ഡയബറ്റിക്കിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. എന്നാലും ഞാൻ ഈ ഒരു ആഴ്ചകളായിട്ട് ഡയബറ്റിനെ കുറിച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുന്നത്. ഹ്യൂജ് ഇറെഗുലാരിറ്റീസ് ഇൻ ദ മാറ്റർ ഓഫ് മെഡിസിൻസ് ഇൻ ഇന്ത്യ. How our greedy drug dealers hit the bus selling drug in Europe without an operation to improve health. ഇത് വേറെ ആരല്ല, ഡോക്ടർ പ്രേം സ്വാമി എന്ന് പറയുന്ന ഇന്ത്യൻ എൻഡോക്രൈനോളജിസ്റ്റ്. പുള്ളിയുടെ ആർട്ടിക്കിളിൽ പറയുന്നതാണ്. ഡോക്ടർ പ്രേം സ്വാമി എന്ന എൻഡോക്രൈനോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ടുഡേ മോസ്റ്റ് ഓഫ് ദ ഡയബറ്റിക് ട്രീറ്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ മെറ്റ്ഫോർമിൻ. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. മെറ്റ്ഫോർമിൻ ഈസ് എ റോഡ് ടു ഡിസീസ് ആൻഡ് എയർലി ഡെത്ത് എന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മെറ്റ്ഫോർമിന് ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ള ഒരു മെഡിസിൻ ആണെന്ന്? മെറ്റ്ഫോർമിൻ്റെ ഒത്തിരി റിപ്പോർട്ട്സുകൾ കൊറോണ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട്സൊക്കെ കാണുന്നില്ല. അതായത് ഗൂഗിളിൽ നിന്നൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ഡോക്ടർ പ്രേം സ്വാമി വന്നിരിക്കുകയാണ്. ഇതുപോലെ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റ്ഫോർമിൻ്റെ കണ്ടന്റ് ചേരുന്ന മറ്റു മെഡിസിൻസാണ് ലൈക്ക് ഗ്ലൈക്കോമെറ്റ്, അതുപോലെ തന്നെ ബാഗോമെറ്റ്, വെറോമെറ്റ്ഫോർമിൻ, അതുപോലെ തന്നെ ഗ്ലൈക്കോൺ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിസിനും നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് തിക്കൻ ചെയ്യാൻ തുടങ്ങും. അതായത് ബ്ലഡ് കട്ടി പിടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അവയവങ്ങൾ, കിഡ്നി, ലിവർ ഇതൊക്കെ നശിച്ചു തുടങ്ങും. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വയറിൽ കിടക്കുന്ന ആസിഡ്, ഈ ആസിഡ് എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിലോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? ആ ഓർഗൻസിൻ്റെ സെല്ലൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ എല്ലാ ഓർഗൻസ് അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും നശിക്കാൻ തുടങ്ങും ഈ ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് നോർമൽ മീൻസ് നിങ്ങളെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെന്ന് കാണുന്നു. ഉടനെ നിങ്ങൾക്ക് ഈ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ 1 മാസം അല്ലെ 2 മാസം ഈ മെഡിസിൻ കഴിക്കുന്നു. എന്നിട്ട് താൽക്കാലികമായിട്ട് കുറവുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മാസത്തിന് ശേഷം ഈ മെഡിസിനിൽ നിൽക്കുന്നില്ല നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ കരുതും ഓക്കെ, ഞാൻ ഫുഡൊന്നും ശരിക്കും നോക്കുന്നില്ലാത്തതുകൊണ്ടാണെന്ന് കരുതി നിങ്ങൾ ആശ്വസിക്കും. എന്നിട്ട് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്തേലും ഡോക്ടറെ ഞാൻ എന്താ ചെയ്യേണ്ടത്, മെഡിസിൻ മാറ്റണോ? പല ആൾക്കാരും മെഡിസിൻ മാറ്റാണ്ട് വർഷങ്ങളായിട്ട് ഇതാണ്